ഇന്ന് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് വളരെ വിശദമായിട്ടുള്ള ഒരു ഉത്തരവിലൂടെയാണ്. അങ്ങനെ ഒരു ഉത്തരവ് വന്നതിന് ശേഷവും ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിലേക്ക് ഇതിന്റെ അപ്പീൽ നടപടിക്രമങ്ങളുമായി പോകുവാനുള്ള അവകാശമുണ്ട്. ഹൈക്കോടതി ഈ ഉത്തരവിലെ ശരിതെറ്റുകളെ പരിശോധിച്ചിട്ട് ഹൈക്കോടതി പോലീസ് കസ്റ്റഡിയിൽ പോകാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ ഹൈക്കോടതി അതിൽ അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുക്കും. അതൊക്കെ നിയമപരമായിട്ട് ഒരു കുറ്റാരോപിതന് അവൈലബിൾ ആയിട്ടുള്ള അവകാശങ്ങളുടെ ഭാഗമാണ്. പക്ഷേ ഈ വിചാരണ കോടതിയുടെ ഇപ്പോ ഉത്തരവ് എന്ന് പറയുന്നത് വളരെ സുചിന്തിതമായും വിശദമായിട്ടുള്ള ഒരു ഉത്തരവാണ്. അതിനകത്ത് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുക എന്നതല്ല ഏറ്റവും കാതലായ വിഷയം. അതല്ല പ്രൊവിഷനായിട്ട് ഇൻവോക്ക് ചെയ്തിട്ടുള്ളത്, ആരോപണമായിട്ട് നിയമത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ ബലാത്സംഗം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നിർബന്ധിച്ച് ഒരു യുവതിയുടെ സമ്മതമില്ലാതെ ഗർഭഛിദ്രം നടത്തുക, അത് സംബന്ധിച്ചിട്ടുള്ള മെറ്റീരിയൽസ് കോടതിയുടെ റെക്കോർഡിൽ വന്നിട്ടുണ്ട്. അത് കൂടെ പരിശോധിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, പറഞ്ഞു കേട്ടതനുസരിച്ച് അതിനകത്ത് കേസ് ഡയറി ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അനുസരിച്ചല്ലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇദ്ദേഹം സംസ്ഥാനത്തിന് പുറത്തുനിന്ന് അത് കോടതി ഉത്തരവിലും പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പുറത്തുനിന്ന് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിച്ചുകൂടാത്ത അപകട സാധ്യതയുള്ള ഒരു മരുന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തു വഴി കാറിൽ ഇത് അഡ്മിനിസ്റ്റർ ചെയ്തു. എന്ന് മാത്രമല്ല, വീഡിയോ കോളിൽ വരികയുണ്ടായി. അതൊക്കെ അസ്വാഭാവികതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതൊരു വ്യക്തി അവരുടെ സ്വമനസാലയുള്ള ഒരു തീരുമാനപ്രകാരം ഒരു മരുന്ന് വാങ്ങി അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നാടകീയതയുടെ ആവശ്യമില്ല. വീഡിയോ കോളിൽ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അനുബന്ധമായിട്ടുള്ള മെറ്റീരിയൽസ്, ഇപ്പം കോൾ റെക്കോർഡ് ആയിരിക്കണമെന്നില്ല, വാട്സ്ആപ്പ് കോളിൽ അല്ലെങ്കിൽ അങ്ങനെ ഏത് മാധ്യമം വഴിയാണോ വീഡിയോ കോളിൽ വന്നത് അതൊക്കെ കോടതി പരിശോധിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് കോടതി അവസാനം പറയുന്നത് വളരെ അദ്ദേഹത്തിന്റെ പ്രഥമദൃഷ്ടിയായി ഒരു ഒഫൻസിൽ അദ്ദേഹം ഇൻവോൾവ് ആണ് എന്നുള്ളതിന്റെ തെളിവുകൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കും, അന്വേഷണം തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമമുണ്ടാകും എന്നതൊക്കെ കരുതിയാണ് വിശദമായിട്ടുള്ള ഒരു ഉത്തരവ് പാസാക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിനെ കുറിച്ചും പ്രകടമായി ഇതിൽ പറയുന്നുണ്ട്. അതുകൂടാതെ പറയുന്നുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു പക തീർക്കാൻ വേണ്ടിയുള്ളതാണ് എന്നൊരു ആരോപണം ഉയർന്നെങ്കിലും അതിനുള്ള സാധ്യത പരിശോധിക്കുകയുണ്ടായി. പക്ഷെ മെറ്റീരിയൽസ്, കോടതിയുടെ മുമ്പിലുള്ള മെറ്റീരിയൽസ് പ്രഥമദൃഷ്ട്യാ ഈ ഒഫൻസിൽ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് വ്യക്തമാക്കുന്നതാണ്, അതിന്റെ സൂചന നൽകുന്നതാണ് എന്ന് കണ്ടുകൊണ്ട് ഇതിന്റെ ഗൌരവം മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചിരിക്കുന്നത്. ഇനി ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഈ ഉത്തരവിന്റെ ശരിതെറ്റുകളായിരിക്കും അവിടെ പരിശോധിക്കപ്പെടുന്നത്. ഇനി അതിനു മുമ്പ് അറസ്റ്റിലാകുമോ എന്നറിയില്ല. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ടാവും. എന്തായാലും വളരെ സാധ്യതയും പ്രതീക്ഷയും ഒക്കെ ഉയർത്തിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു ഒഫൻസിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ള വളരെ ദുരന്തപൂർണമായിട്ടുള്ള ഒരു പതനമാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർ മാതൃകയായിരിക്കേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസിൽ കുറ്റാരോപിതനായി അതിനു പുറകെ വീണ്ടും എഫ്ഐആർ വരികയുണ്ടായി. നിരവധി ആൾക്കാർ ഇത്തരത്തിലുള്ള ആശങ്കകളും അനുഭവങ്ങളും പബ്ലിക് സ്പേസിൽ പങ്കുവെക്കുന്ന ഒരു അവസരമുണ്ടായി. ഇതൊക്കെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒഴിവാക്കാനൊക്കാത്ത അനിവാര്യമായിട്ടുള്ള പതനത്തിലേക്കാണ് ചൂണ്ടുന്നത്. അതിന്ന് ഒരു ഉത്തരവിലൂടെ സംഭവിച്ചു എന്നത് മാത്രം. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം പ്രതീക്ഷയോടുകൂടി വളർന്നു വന്നു, പാർട്ടി പ്രൊമോട്ട് ചെയ്തു, ജനങ്ങൾ തെരഞ്ഞെടുത്തു. മറ്റു തൊഴിലുകളൊന്നുമില്ല, രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ തൊഴിലായി കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയം തൊഴിലാക്കിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരന്റെ വിയർപ്പിൽ നിന്നാണ് സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതും സ്വന്തം പുഷ്ടി നിലനിർത്തുന്നതും. അങ്ങനെ ഒരു വ്യക്തി, ഒരു പൊതുജന സേവകനായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് ഇത്രയധികം അലിഗേഷൻസ് ഉയർന്നു വരിക, ഇപ്പോ വിചാരണ കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് അന്വേഷണത്തിനെ തടസ്സം വരുത്താൻ വരെയും പ്രാപ്തിയുള്ള ആളെന്നുള്ള ഒരു ഫൈൻഡിംഗ് ഉണ്ട് ഇവിടെ. അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ നിഷേധിച്ചിരിക്കുന്നത്. ഇത്ര പ്രബലനായ ഒരു വ്യക്തിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പലതരത്തിലുള്ള പരാതികൾ വരികയുണ്ടായി. സംഘടനയ്ക്കുള്ളിലുള്ളവർക്ക് തന്നെ അറിയാം ഇദ്ദേഹത്തിനെതിരെ എത്ര ഗുരുതരമായി, എത്ര നിരന്തരമായിട്ട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ളത്. ഇവരൊക്കെ തന്നെ, നേതാക്കളൊക്കെ തന്നെ, പ്രബലരായിട്ടുള്ള നേതാക്കൾ സംരക്ഷണ കവചം ഒരുക്കി നിർത്തുകയായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അതിനെന്താ ഒരു ബ്രേക്കിംഗ്, ഒരു പോയിന്റ് ഓഫ് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവുമല്ലോ. ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ലെവലിലേക്ക് ഇത് ഈ ആരോപണങ്ങളുടെ തീവ്രത വരുമ്പോ സ്വാഭാവികമായിട്ടും അത് ജനസമക്ഷത്ത് വരുന്നു.
അത് പെട്ടെന്ന് ഒരു ദിവസം പൊങ്ങി വന്നതല്ല. നിരന്തരമായിട്ട് ജനങ്ങൾ പലരും, നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒക്കെ തന്നെ അവസാനം പുറത്തു വരികയാണ് ഉണ്ടായത്. എന്നിട്ടും അദ്ദേഹത്തിനെ MLA എന്നുള്ള പദവി രാജിവെപ്പിക്കാൻ ഒരു പാർട്ടിക്കും കഴിയില്ല. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. പക്ഷെ പാർട്ടിക്ക് അദ്ദേഹത്തെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ കഴിയും. MLA ആയിട്ട് തുടരുന്നു. ഏതൊരു കുറ്റാരോപിതനും പോലീസിന്റെ പിടിയിൽപ്പെടാതെ മാറി നിന്നുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കരുതാൻ കഴിയും. ഇവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം MLA ആയിട്ട് കൂടി നാളുകളോളം ഒരു കുറ്റവാളിയെ പോലെ ഒളിഞ്ഞു നിന്നുകൊണ്ട്, MLA അത്ര കൺവിക്ഷൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയുമായിരുന്നു. നിയമ നടപടി എന്തായാലും അദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നിട്ട് സ്വന്തം സൈബർ വൃന്ദങ്ങളെ അഴിച്ചുവിട്ടുകൊണ്ട് ഇത്തരത്തിൽ പരാതിക്കാരിക്കെതിരെ, അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ സംസാരിച്ച വളരെ പ്രബലരായിട്ടുള്ള ബഹുമാനം ആർജിക്കുന്ന നേതാക്കൾക്കെതിരെ ഒക്കെ തന്നെ ഇത്തരത്തിൽ സൈബർ അധിക്ഷേപവും വേട്ടയും ഡെഫമേറ്ററി സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ നടത്തി അവസാനം കോടതി ഇത് പരിഗണിച്ച് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കുന്ന ഒരു അവസരം, അത് നിരസിക്കുമെന്ന് ഉറപ്പാകുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ തലത്തിലേക്ക് പോയപ്പോൾ പൊതുജനങ്ങളുടെ പ്രതിഷേധവും കണക്കിലെടുത്ത് അവസാനം പാർട്ടിക്ക് അദ്ദേഹത്തിനെ എക്സ്പെൽ ചെയ്യേണ്ടി വരുന്നു. ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഒന്നും തന്നെ പോകാതെ തന്നെ ഒരു നേതാവിനെ നിലയ്ക്ക് നിർത്തേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഇത് വ്യാപകമല്ലേ മാധു? ഒരാളൊന്നും അല്ലല്ലോ. നിരന്തരമായിട്ടൊരു സംഘടനയിൽ, ഒരു രാഷ്ട്രീയ സംഘടനയിൽ നിരന്തരമായിട്ട് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നു. അവരൊക്കെ കണ്ണടച്ച് സംരക്ഷണ കവചം തീർക്കുന്ന ഒരു അവസരത്തിലാണ് ഇത് പബ്ലിക് സ്പേസിലേക്ക് ഇത് വരികയുണ്ടായത്. നേരത്തെ അഭിനേത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ ഗൌരവകരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടും അദ്ദേഹത്തിനെ സംരക്ഷിക്കുവാൻ ആൾക്കാരുണ്ടായിരുന്നു. ഷേക്സ്പീരിയൻ നാടകങ്ങളിൽ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്ന ഒരു സങ്കല്പന ഉണ്ട്. അതായത് ഇപ്പോ മാക്ബത്ത് വലിയ അംബീഷ്യസ് ആയിരുന്നു. ഒരു ധാർമ്മികതയ്ക്ക് അതീതമായിട്ടുള്ള തീവ്രമായിട്ടുള്ള അംബീഷ്യസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കണ്ടക്റ്റാണ് അദ്ദേഹത്തിന്റെ പതനത്തിലേക്ക് നയിച്ചത്. അതുപോലെ തന്നെ ഒഥല്ലോ വലിയ സംശയാലുവും അസൂയാലുമായിരുന്നു. അങ്ങനെ ഷേക്സ്പീരിയൻ നാടകങ്ങളിലെ നായകന്മാരുടെയൊക്കെ പതനത്തിലേക്ക് നയിക്കുന്ന അവരുടെ ഒരു ദുരന്ത ഹേതുവാണ്. ഇത്രയധികം പ്രതീക്ഷകൾ ഉയർത്തിയ വാഗ്മിയായി എല്ലാവർക്കും ഇഷ്ടം തോന്നിയിട്ടുള്ള, ഇത്ര സ്വീകാര്യത ആർജിച്ചെടുത്ത ഒരു നേതാവ് ഇതുപോലൊരു ക്രിമിനൽ പെർവേർഷന്റെ ഇരയായി നിരന്തരമായിട്ട് ജനങ്ങളുടെ സമാധാനം കെടുത്തി അവർക്കെതിരെ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നൊരു ആരോപണത്തോടുകൂടി അവസാനം ഒരു മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഒരവസരത്തിൽ പുറത്തേക്ക് പോകേണ്ടി വരുന്നത് തികച്ചും ഒരു രാഷ്ട്രീയമായിട്ട് ഇത്രയും നാൾ ഇയാൾ ഇവിടെ നിലനിന്നിരുന്നു, ഇയാൾക്കെതിരെയുള്ള പരാതികൾ കേൾക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന്റെ തന്നെ, നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു പരാജയമാണ് ഇയാൾ എങ്ങനെ വളർന്നു വന്നു എന്നതിനെ ആ പാതയൊന്നും പോലും പരിശോധിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. എനിവേയ്സ്, അദ്ദേഹത്തിന് ഇപ്പം ഹൈക്കോടതിയിലേക്ക് പോകുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷൻ അറസ്റ്റിലായില്ല എന്നുണ്ടെങ്കിൽ അപ്പീൽ ഹർജി ഹൈക്കോടതിക്ക് പരിഗണിക്കാൻ കഴിയും. കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹത്തിനെതിരെ വളരെ ഗൌരവകരമായിട്ടുള്ള എവിഡൻസ് റെക്കോർഡിലുണ്ട് എന്നത് കണ്ടെത്തിയാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചിരിക്കുന്നത്. ഇതൊരു മാതൃകയും ഇതൊരു ഉദാഹരണവും നാളേക്ക് ഇതൊരു വാർണിംഗുമാണ്. കാരണം പൊതുജീവിതത്തിൽ രാഷ്ട്രീയം ഉപജീവന മാർഗമാക്കി എടുത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളുടെ മുമ്പിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ അവർക്കതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇദ്ദേഹത്തിന്റെ സമീപനം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എന്തൊരു ധിക്കാരമായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരഭാഷ. അപ്പൊ ഇത്തരത്തിൽ തന്നോട് ചോദ്യം ചോദിക്കാൻ, അല്ലെങ്കിൽ ഈ ആരോപണങ്ങളെ കുറിച്ച് ചോദിക്കുന്നവരോട് വരെയും പരിഹാസം നിറഞ്ഞ, കുറ്റം നിറഞ്ഞ, ധിക്കാരം നിറഞ്ഞ മറുപടിയോടുകൂടി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു ആർമിയുണ്ട്, ഒരു സേനയുണ്ട് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടിയാണ്. വൈകിയ വേളയിലെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, വലിയ പ്രബലരായിട്ടുള്ള നേതാക്കന്മാർക്ക് പുറകോട്ട് മാറി വന്ന് ഇദ്ദേഹത്തിന് സംരക്ഷണ കവചം തകർന്നു പോകേണ്ടി വരുന്നതിൽ അവർക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എനിവേയ്സ്, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇനി ആർക്കും ഇത്തരത്തിലുള്ള ദുരന്താനുഭവം രാഷ്ട്രീയക്കാരിൽ നിന്നുണ്ടാകാതെ ഇരിക്കട്ടെ.